അരുണിനെ പൊക്കാൻ മുംബൈ പോലീസ്. റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരാണ് ഡോക്ടർ അരുൺകുമാർ. അദ്ദേഹത്തിന് എതിരായി ഇപ്പോൾ മുംബൈയിൽ ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം. ജൂൺ മാസം 6-ാം തീയതിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP ഡൽഹിയിലെ ജന്തർ മന്ദറിൽ തങ്ങളുടെ പ്രതിഷേധം നടത്തിയത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നായിരുന്നു ആവശ്യം. നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ സമരം നടന്നത്. ആ സമരത്തിന് നേതൃത്വം നൽകിയതാകട്ടെ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കയാണ്. 6-ാം തീയതി രാവിലെ അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിലെത്തി. പിന്നീട് അദ്ദേഹം പോലീസിന്റെ അനുമതിയോടുകൂടി സമാധാനപരമായി ഡൽഹിയിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇങ്ങനെ ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പൂനെ, ലക്നൗ, അമൃത്സർ, ബംഗളൂരു, ജയ്പൂർ, ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളിലേക്കും കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ്. പലയിടത്തും സമരം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് CJP വലിയ തോതിൽ രാജ്യത്താകമാനം പ്രതിഷേധം നടത്താനാണ് തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ സമരം എന്ന നിലയിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അവർ ജൂൺ 6-ാം തീയതി സമരം നടത്തിയത്. ഇനിയാണ് നമുക്ക് അരുൺകുമാറിലേക്ക് വരേണ്ടത്. എന്താണ് ഇവിടെ അരുൺകുമാറിന് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. അന്നത്തെ സമര ദിവസം ഡോക്ടർ അരുൺകുമാർ വലിയ ആവേശത്തിൽ ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് ജർമ്മൻ നാടകൃത്തായിട്ടുള്ള ബെർണോഡ് ബെഹ്റത്തിന്റെ ഒരു വാചകമാണ്. ആ വാചകം ഇതാണ്: ഒരു നഗരത്തിൽ അനീതി നടന്നാൽ സൂര്യാസ്തമനത്തിന് മുൻപ് അവിടെ കലാപം ഉണ്ടാകണം, അല്ലെങ്കിൽ ഇരുട്ടു മുൻപ് ആ നഗരം കത്തിച്ചാമ്പലാകണം. ബെഹ്റത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വരിയാണ്. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച സന്ദർഭം ഈ പറയുന്ന CJP നടത്തുന്ന സമരത്തിന് ഇടയിലാണ് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. കാരണം അത്തരമൊരു പ്രയോഗം വ്യാഖ്യാനിച്ച് രാജ്യദ്രോഹമാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കലാപ ആഹ്വാനം ഡോക്ടർ അരുൺകുമാർ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബജ്റംഗ് പോലീസ് മുംബൈ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ഇനിയാണ് അരുൺകുമാറിനെതിരെ മുംബൈ പോലീസിന്റെ നടപടി ഉണ്ടാവുക. അത് ഏത് തരത്തിലാണ് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അദ്ദേഹത്തിന് എതിരായി ഏതായാലും അരുൺകുമാറിന് എതിരായി മുംബൈയിലെ ചാർക്കോ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അരുൺകുമാറിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബജ്റംഗ് ദൾ പ്രഖണ്ഡ് സംയോജക് സതീഷ് പാൽ, ബജ്റംഗ് ദൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പവിൻ പന്തയിൽ എന്നീ 2 പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കലാപ ആഹ്വാനം, രാജ്യത്തിന് എതിരായ കലാപ ആഹ്വാനം എന്നുള്ള വകുപ്പ് ചുമത്തിക്കൊണ്ട് ചാർക്കോ പോലീസ് അരുൺകുമാറിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി അരുൺകുമാറിന് എതിരായി ഒരുപക്ഷെ മുംബൈ പോലീസ് നീങ്ങിയാൽ, അല്ലെങ്കിൽ ഈ ഒരു പരാതി ഗൗരവമായി മുംബൈ പോലീസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അരുൺകുമാറിന് നിയമ നടപടികൾ തന്നെ നേരിടേണ്ടി വരും. അരുൺകുമാറിന് ഒരുപക്ഷെ മുംബൈ പോലീസിന്റെ മുന്നിൽ ഹാജരാകേണ്ടി വന്നേക്കാം, നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. അതൊക്കെ പോലീസ് എടുക്കുന്ന ആക്ഷന് അനുസരിച്ചിരിക്കും അത്തരം നടപടികൾ. എന്തായാലും തന്നെ ഈ ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെയെങ്കിൽ തുടർ നടപടികൾ ശക്തമായാൽ ഒരുപക്ഷെ അരുൺ കലാപ ആഹ്വാനം, രാജ്യത്തിന് എതിരായിട്ടുള്ള കലാപ ആഹ്വാനം എന്ന ഗുരുതരമായ വകുപ്പിൽ പെട്ട് അകത്തു പോകാനുള്ള സാധ്യത ഏറെയാണ്. മുംബൈയിലെ ചാർക്കോ പോലീസ് എന്ത് നടപടി എടുക്കും എന്നതിനെ സംബന്ധിച്ചായിരിക്കും അരുൺകുമാറിന്റെ ഭാവി ഇനി നിലനിൽക്കുക. ഒരുപക്ഷെ ഈ കേസ് കടുപ്പിച്ചു കഴിഞ്ഞാൽ അരുൺകുമാറിന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. കാരണം രാജ്യത്തിന് എതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കലാപ ആഹ്വാനം എന്ന നിലയിലാണ് ഈ ബെർണോഡ് ബെഹ്റത്തിന്റെ അദ്ദേഹം ഉദ്ധരിച്ച ഈ വാചകങ്ങൾ ബജ്റംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയിൽ പറയുന്നത്. കാരണം അത് രാജ്യത്തിന് എതിരായിട്ടുള്ള കലാപം തന്നെയായിരിക്കണം. ഒരു നഗരത്തിൽ അനീതി നടന്നാൽ സൂര്യാസ്തമനത്തിന് മുൻപ് അവിടെ കലാപം ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഇരുട്ടു മുൻപ് ആ നഗരം കത്തിച്ചാമ്പലാകണം എന്നുള്ള വരി തീർച്ചയായും രാജ്യത്തിന് എതിരായിട്ടുള്ള കലാപ ആഹ്വാനം എന്ന നിലയിലാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ ഈ പരാതിയിൽ അടിവരയിട്ട് പറയുന്നത്. അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടി പരാതിയിലുണ്ട്. 10 വർഷമായി ഇന്ത്യയിലെ നഗരങ്ങൾ കത്തുന്നില്ല. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ നഗരങ്ങൾ സുരക്ഷിതമാണ്. അങ്ങനെയുള്ള നഗരങ്ങളെ കത്തിക്കാനാണ് അരുൺകുമാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നാണ് ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം. ഈ രാജ്യം സമാധാനപരമായി നിലനിൽക്കാൻ
അരുൺകുമാർ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നഗരങ്ങളിൽ കലാപമുണ്ടാകണം, കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചെറുപ്പക്കാർ രംഗത്തിറങ്ങണം, കലാപം ഉണ്ടായില്ലെങ്കിൽ ആ നഗരത്തെ കത്തിക്കണം എന്നുള്ള നിലയിലേക്ക് ബെർലോഡ് ബർഹത്തിന്റെ ഈ ഉദ്ധരണി അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ സന്ദർഭം ഏതാണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ അതിൻ്റെ നിയമവശം അരുൺകുമാർ ഒരുപക്ഷെ ആ സന്ദർഭത്തിൽ മറന്നു പോയിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹം അത്തരം ഒരു നിയമവശത്തെക്കുറിച്ച് അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്ത് തന്നെയായാലും അവിടെ ഒരു നിയമത്തിന്റെ പഴുത് കണ്ടെത്തിയിരിക്കുകയാണ് ബജറംഗ് പ്രവർത്തകർ. അങ്ങനെ ആ പഴുതിലൂടെ അരുൺകുമാറിനെ കുരുക്കാം എന്നുള്ള നിലപാടിലേക്ക് ബജറംഗ് പ്രവർത്തകർ എത്തിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് മുംബൈയിലെ ചാർക്കോ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. പരാതി പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ബജറംഗ് വൃത്തങ്ങൾ, സംഘപരിവാറുകാർ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇടതുപക്ഷത്തോട് എപ്പോഴും ആഭിമുഖ്യം കാണിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഡോക്ടർ അരുൺകുമാർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. ഇടതുപക്ഷ അനുകൂലി തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാർത്തകളും അദ്ദേഹത്തിന്റെ മറ്റ് അവതരണ രീതികളും ഒക്കെ പരിശോധിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഒരു CPM അനുകൂല നിലപാട് സ്വീകരിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിൽ തന്റെ രാഷ്ട്രീയ നിലപാട് കൃത്യമായി തന്നെ പലപ്പോഴും വ്യക്തമാക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഘപരിവാർ വിരുദ്ധൻ എന്ന നിലയിലാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ അരുൺകുമാറിനെ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു പഴുത് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ അരുൺകുമാർ കലാപത്തിന് ആഹ്വാനം നൽകി എന്ന രീതിയിലുള്ള പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും അരുൺകുമാറിന് എതിരായി മുംബൈ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള ആകാംക്ഷയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ ഈ പരാതി കടുപ്പിച്ചാൽ തീർച്ചയായും അരുൺകുമാറിന് മുംബൈയിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ മുംബൈ പോലീസ് ഇവിടേക്ക് വരേണ്ടി വരും. മുംബൈ പോലീസ് ഈ കേസിനെ വളരെ ഗൗരവമായി സമീപിക്കുകയും കലാപ ആഹ്വാന വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ട് അരുൺകുമാറിന് എതിരെ നീങ്ങുകയും ചെയ്താൽ അദ്ദേഹത്തിന് അത് വ്യക്തിപരമായുള്ള തിരിച്ചടിയാകും. അദ്ദേഹത്തിന് അത് പ്രൊഫഷണലി അദ്ദേഹത്തിന് അത് തിരിച്ചടിയാകും. കാരണം കടുത്ത നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായും അരുൺകുമാർ പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓർക്കുക, ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാർ ഭരണകൂടമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഭരണകൂടമാണ് ഇപ്പോൾ ഭരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി തുടർഭരണം ലഭിച്ചുകൊണ്ട് നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമടക്കം ഈ ഒരു വിഷയത്തിൽ ഒരു പക്ഷേ ഇടപെട്ടേക്കാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ ഒരു ജനപ്രിയമായിട്ടുള്ള ചാനലാണ് അരുൺകുമാർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ചാനലിൻ്റെ ഇടതുപക്ഷ സ്വഭാവം, പ്രത്യേകിച്ചും CPIM-നോടുള്ള കൃത്യമായ അവരുടെ ചായ്വ് ഇല്ലാതാക്കാൻ അരുൺകുമാറിന് എതിരായി നടപടിയെടുത്താൽ കഴിയും എന്നുള്ള ആത്മവിശ്വാസം സംഘപരിവാർ പ്രവർത്തകർക്കിടയിലുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെ ഈ ഒരു കേസിലേക്ക് ഇടപെടാനും മതി. അങ്ങനെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അരുൺകുമാറിന്റെ വ്യക്തിജീവിതം മാത്രമല്ല പ്രൊഫഷണൽ ജീവിതവും വലിയ തോതിൽ പ്രതിസന്ധിയിലാകും. അദ്ദേഹത്തിന് കോടതിയെ അഭിമുഖീകരിക്കേണ്ടി വരും. കോടതിയിൽ അദ്ദേഹത്തിന് വിചാരണ നേരിടേണ്ടി വരും. ഒരുപക്ഷെ കലാപ ആഹ്വാനമാണ് അരുൺകുമാർ നടത്തിയത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും അദ്ദേഹം അഴിയെണ്ണേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.